everyone, welcome to my channel guys, and yes, I will be right now watching episode 3 of the series The Fanatic by Bhavna Studios, and this features Mamuka. I'm expecting an episode with Fafa also. I'm telling you, I'm letting you know now only. I'm expecting an episode where we have Fahad Fasil. Yes. So, the fan name is Sabir, and I don't want to delay this any further. This is a fairly longer video than the previous two. This is almost 17 minutes long. So, I'm guessing Sabir has a lot to say about how Mamuka really influenced him and how his work influenced him. So, I am all set to listen to him. Let us begin. ഒരു സ്റ്റാർട്ട് ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ അവർ ചെയ്യണ്ടേ സെറ്റായി നീ ഇങ്ങനെ സ്ക്രീനിൽ എന്നെ മാത്രം നോക്കിയിരിക്കണ കാരണം നിനക്ക് തോന്നുന്നു അവരെ മനസ്സിൽ ദേവത്തെ ഞാൻ തൃശ്ശൂരിനടുത്ത് കൊക്കാലിലാണ് ജനിച്ചത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നതൊക്കെ സിനിമയെ കുറിച്ചാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. അച്ഛൻ സിനിമ ഫീൽഡായിട്ട് ഞങ്ങൾ ബന്ധമുള്ള ഒരാളാണ്. വേറെ ഒന്നല്ല, അന്നത്തെ കാലത്ത് അമ്പിളി ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛനായിട്ട് ഭയങ്കര ബന്ധത്തിലായി. അപ്പോൾ സിനിമയെ കുറിച്ചാണ് സംസാരം. അതിലുപരി ഫിലിം പെട്ടികളും ഇന്നിപ്പോൾ ഫോട്ടോ കാർഡ്സ് എന്ന് പറയാം, അന്ന് കട്ടൻ ബ്ലോക്ക് എന്ന് ഞങ്ങളൊക്കെ പറയാം, അതൊക്കെ വീട്ടിലുണ്ട്. ഇതൊക്കെ കണ്ടവളാണ്. അപ്പോൾ സിനിമ വീട്ടിൽ സംസാരമായിട്ടുള്ള കുടുംബത്തിലെ ജനിക്കണം. ആദ്യം അമ്മ പറയാറുണ്ട്, ആദ്യം സിനിമ കാണാൻ എനിക്ക് ഭയമായിരുന്നു എന്ന്. ഇടിയൊക്കെ ആകുമ്പോൾ ഞാൻ കരയും, പെണ്ണെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് നിർത്തും. അപ്പം ഈ ചക്കൻ കാരണം സിനിമ കാണാൻ പറ്റില്ല എന്നുള്ള ധാരണ തുറക്കുന്നത്. ഞാനാണ് പിന്നീട് സിനിമയോട് എനിക്ക് ഇഷ്ടം തോന്നുന്ന അവസ്ഥയിലെത്തിയത്. അങ്ങനെ കണ്ട പടമാണ് മമ്മൂക്കയുടെ സന്ദർഭം, ചക്കരയുമ്മ, ഒരു നോക്ക് കാണാൻ. ശരിക്കൊരു ഫാനാവണമെന്ന് ഞാൻ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം എന്നുണ്ട്. അതൊരു സത്യം പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരെ ത്രസിപ്പിക്കുന്നൊരു ആക്ഷനും പരിപാടിയൊക്കെയുള്ള സിനിമ. പിന്നെ മമ്മൂക്കയോട് പ്രത്യേക താല്പര്യം. അന്ന് കാണുന്ന സിനിമയിലെ വില്ലന്മാരെ നമുക്ക് ഇഷ്ടാവില്ലല്ലോ, നായകന്മാർ. അപ്പം ഞാൻ കണ്ട സിനിമയിലൊക്കെ നായകൻ മമ്മൂക്കയായിരുന്നു. അപ്പോൾ 86 തന്നെ ഞാൻ വടൂക്കര താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു ബിൽഡിംഗ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 4-5 പേര് കൂടി, അതിനേക്കാൾ മുതിർന്ന ആൾക്കാർ, അവർ 4-5 പേര് കൂടി ഞങ്ങൾ മമ്മൂട്ടി ഫാൻസിന് ഓഫീസ് തുടങ്ങാൻ നോക്കി. ആദ്യമായിട്ട് ഞങ്ങൾ 86 മമ്മൂട്ടി ഫാൻസ്. കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു റൂം ഉണ്ടാവില്ല, വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. 80-കളിലെ മമ്മൂക്ക സജീവമാണ്. 86 കൊല്ലത്തിനുള്ളൊരു അതിനൊരു സംഘടന ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ട ആരാധകർ. Wait, so are you telling me that the fan association trend basically started from him? That's interesting. Like, basically from Mamuka, like the first one to set up was Mamuka's fan association. It seems to me like that. And then everybody followed suit. That's very interesting. ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓഫീസ് ഞങ്ങൾ തുടങ്ങി. എന്നിട്ട് പിന്നെ വടൂക്കരന്ന് വിനായകൻ ഒരു ബസ്സിൽ like a proper official setup and everything. ആ ബസ്സിന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു എക്സാം ടൈമാണ്. ആ സമയത്താണ് റൗണ്ടിൽ ചെന്നപ്പോൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, സംവിധാന ആൾക്കാരെ. അപ്പോൾ ചോദിച്ചപ്പോൾ മാന്യമഹാജനങ്ങളെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് മമ്മൂക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നാട്ടിൽ നിന്നുള്ള ബിനു ജോർജ് എന്ന സുഹൃത്താണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ എക്സാം എഴുതാനില്ല, നീ പൊക്കോ, ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നീ എന്തിനാ എന്താ പറയണേ, ഷൂട്ടിങ് പറയാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ അപ്പം കുറെ വിളിച്ചു, ഇല്ല വെച്ചാൽ മമ്മൂക്ക വരാൻ വൈകിയാണ്, ഉച്ചയ്ക്ക് ശേഷം അപ്പം മമ്മൂക്ക വന്ന്. So this is something that I want to know. Like, as fans, would you be willing to like miss your exam and stay back to watch the shoot of your favorite star? I want to know your thoughts. കുട പിടിക്കാൻ ഇതിനൊന്നും ആളുകളില്ല. കൂട്ടത്തിൽ കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ കുട ചൂടി നിൽക്കുന്ന ഒരു കുട മേടിച്ചു യൂണിറ്റിൽ ഒരാൾ മേടിച്ചിട്ടുണ്ട്. മമ്മൂക്കനെ കുട ചൂടി ഒരു ക്രീം ഹാഫ് കൈ ഷർട്ടും വെള്ളം മുണ്ടാണ് വേഷം. വിദ്യാർത്ഥി ഗവർണറിൽ മമ്മൂക്കനെ കയറി നിൽക്കുക. അത് ഇന്ന് എനിക്ക് മറക്കാം. ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം ഏത് എറണാകുളം ഏത് നാട്ടിൽ പോലും റൗണ്ടിൽ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വടക്കുന്നാനൊന്നും പ്രദർശനം ചെയ്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല തൃശ്ശൂർക്കാർക്ക്. ആ പ്രദർശനം ചെയ്യുന്ന ഇടയിൽ വിദ്യാർത്ഥി ഗവർണർ കാണുമ്പോൾ എൻ്റെ പഴയ ഓർമ്മകൾ വരും. ഇവിടെ വെച്ച് ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ട് ആളെ കണ്ടത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ വീട്ടിൽ കേൾക്കുന്ന ഒരു മെയിൻ ഡിസ്കഷൻ അത് അബ്ബയ്ക്ക് മമ്മൂക്കയുടെ ഉള്ളൊരു ആരാധന, അത് ഞാൻ ചെറുത് മുതലേ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്.
ഒരു ദിവസം പോലും നമുക്കതിനെ പറ്റി പറയാത്തൊരു ദിവസമില്ല. എന്തെങ്കിലും മൂവിയുടെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ബേസിസിൽ പറയാത്തൊരു ദിവസമില്ല. 87 എല്ലാവരും പറയുന്നുണ്ട് മമ്മൂക്കാക്ക് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായ കാലം എന്ന് പറയുമ്പോൾ പോലും ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. ഒരു 10 സിനിമകൾ ഒരു വർഷം ചെയ്തതിൽ ഒരു 5 സിനിമ വിജയിക്കാൻ മറ്റൊരു ഫ്ലോപ്പ് ആവുന്നതാണ് പ്രശ്നം. അന്നാണ് സത്യം പറയുകയാണെങ്കിൽ ന്യൂഡൽഹി എന്നൊരു സിനിമ ഇറങ്ങും. അത് രാമദാസിലെ റിലീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരസ്യം നമ്മൾ ആദ്യമേ കാണുമ്പോൾ അന്നും ഇന്നൊക്കെ ഓർമ്മ വെച്ചാൽ അതിന് ഗായത്രി അശോകനാണ് അതിന് പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഒരു സർഫിൽ പതഞ്ഞമാരി ലെറ്ററ ഒരു വെള്ള പതയിലൊരു നീല ലെറ്റർ ആയിട്ട് ന്യൂഡൽഹി. അന്ന് വരെ അങ്ങനത്തെ ഒരു പോസ്റ്റർ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സിനിമ സത്യം പറയാലോ അന്ന് വരെ കാണാത്ത ഒരു സിനിമ. എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ അന്ന് വരെ കാണാതെ കമ്പ്യൂട്ടറൊന്നും നമ്മുടെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ല. അതിൽ കേങ്കേ എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ആ സിനിമ. ജി കെ എന്നുള്ള ക്യാരക്ടർ ഒന്നും ചെയ്യാൻ പറ്റാൻ മറ്റുള്ളവരുണ്ട്. സേലം വിഷ്ണുവിൻ്റെ വരവ് എൻട്രിയൊക്കെ നമ്മൾ ഞെട്ടി നിൽക്കാൻ ആ സിനിമ കണ്ടിട്ട്. അപ്പോൾ ആ പടം കഴിഞ്ഞപ്പോൾ എന്നേക്കാളും മുതിർന്ന ആൾക്കാരൊക്കെ കയ്യടിയും ബഹളമാണ്. അതിൻ്റെ ഇടയിൽ SLC പരീക്ഷ സ്കൂളിൽ വിദ്യാഭ്യാസം ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പടിപ്പെട്ട് നിർത്തേണ്ടി വന്നു. അത് നിർത്തുന്നത് നാണക്കേട്, നാട്ടിൽ നിൽക്കണില്ല എന്നുള്ള തീരുമാനമായി. അമ്മയുടെ ചേച്ചിയുടെ വീട് ഈ റോഡാണ്. അവിടെ അമ്മായിക്ക് വെച്ചാൽ 4 ആൺപിള്ളേരാണ്. 4 പേര് രജനി കടുത്താരാണ് എന്ന് വെച്ചാൽ അവർക്ക് നല്ല തിക്കുള്ള മുടിയാണ്. എന്നാൽ പിന്നെ ഫ്രണ്ടിൽ ഒരു മുടി ഇങ്ങനെ വട്ടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തലവർക്ക് ഇവിടെ മുടിയില്ല. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഫാൻസ്, അതിന് മുന്നേ ഞാൻ പാലക്കാട് കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും ഞാൻ യഥാർത്ഥത്തിൽ ഫാൻസ് എന്നുള്ളൊരു സംവിധാനം ഞാൻ കാണും. മാപ്പിള എന്നൊരു സിനിമ റിലീസാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവർ കുളിച്ചൊരുങ്ങി ഒരാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, ഓട്ടോയുടെ ബാക്കിൽ വലിയ രജനികാന്തിൻ്റെ ഫോട്ടോ ചെറിയ ഒരു പടത്തിന് കൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊന്നും ആരാധന വേറെ ഒന്നുമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ജീവൻ കൊടുക്കും. കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്തു. അത് നമ്മളൊന്നും വിചാരിക്കുന്ന മാതിരിയല്ല, ഇതാണ് അവരുടെ പരിപാടികൾ, നമുക്കിതിവിടെ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് 89 പരമ്പര എന്നൊരു സിനിമയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ബാനർ കേട്ടാൽ മമ്മൂട്ടി ഭാഗത്തോടുകൂടി ഒന്നും അല്ല. അന്ന് കേരളത്തിൽ സംഘടന ഉണ്ടായിട്ടില്ല, ചിതറിക്കെടുക്കണ്. എന്ന് വെച്ചാൽ ആൾക്കാരുണ്ട് പല സ്ഥലത്തും. ഒരു എന്താ പറയുക, ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊന്നും അന്ന്. അങ്ങനെ തിയേറ്ററിലെത്തി അനുവാദം മേടിച്ചു, ഒട്ടിക്കൽ തുടങ്ങി. ഈ കാറ്റുകാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് ഒട്ടിക്കണേ. ആ സമയത്താണ് ഒരു 1 മണി 1:30 വന്ന് ഫിലിം പെട്ടിയാണല്ലോ, കാറ് വന്ന് നിൽക്കണം. അങ്ങനെ ഫിലിം പെട്ടി ഇറങ്ങി. അപ്പോൾ ഫിലിം പെട്ടി ഇറക്കാൻ ഞാനും ഷക്കീർ എന്ന് പറഞ്ഞ സുഹൃത്തും കൂടി 2 പേരും കൂടി ഫിലിം പെട്ടി പിടിച്ചു. നാളെ അത് കാണണ്ടല്ലേ, വലിയ സംഭവം പിടിച്ച് ഞങ്ങളാണത് കൊണ്ട് അവിടെ വെച്ചത്. അങ്ങനെ ബാനറിൽ മമ്മൂട്ടി ഫാൻസ് തൃശ്ശൂരിൽ നിന്ന് 2 തൂണും. അപ്പോൾ അവരൊന്ന് ഫോട്ടോ കാർഡ്സ് ഇരിക്കുന്നത് മറക്കാണ്ടൊക്കെ ചെയ്യണമെന്ന് ചെയ്തു. നേരം വെളുക്കണ വരെ എന്നിട്ട് കെട്ടി ഭയങ്കര ക്രൗഡ്. നമുക്ക് ഡബിൾ റോൾ അഭിനയിക്കുന്ന സിനിമ, സ്ക്രിപ്റ്റ്, മുദ്ര ശശിയുടെ പടം. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ഉറങ്ങാത്തൊരു ക്ഷീണം കൂടിയിട്ട് പടത്തിന് കയറി പടം കണ്ട് പടം വിചാരിച്ചാൽ അവരായില്ല. ഭയങ്കര നിരാശയായി. സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ആദ്യത്തെ സിനിമ തന്നെ അങ്ങനെ ഞങ്ങൾ ഫീൽ ചെയ്തിട്ട് തന്നെ ഇറങ്ങി വന്നു. അപ്പോൾ അന്നത്തെ തൃശ്ശൂർക്കാർക്ക് ഒരു കൗതുകമായിരുന്നു മൊത്തം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദളപതി എന്നൊരു സിനിമ. അപ്പോൾ ദളപതി ഇറങ്ങാനായിട്ട് മുന്നേ തമിഴ് നമുക്ക് രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ സംഭവം നിൽക്കണ കേരളത്തിൽ റിലീസില്ല. രാത്രിയായി, നാളെ രാവിലെ പടം റിലീസാണ്, കോയമ്പത്തൂർ പോകാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഉക്കടത്തേക്ക് വെച്ച് പിടിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഗംഭീര വരി. That's like really, it's like a die-hard fan. I mean, just the way he's even talking and organizing everything, printing posters, putting it up, and these things require a lot of coordination. Like you're very organized and disciplined to even do these things. Even if you are like, okay, I'm going to keep my personal life aside and I'm going to just focus on this, that also requires a lot of discipline. So that's what I'm learning from this. Okay. ാനും ഇടിച്ചു കയറാനൊക്കെ നമുക്ക് നാട്ടിൽ പഠിച്ചു പോയിട്ടല്ലോ നമ്മൾ നേരെ ഇടിച്ചു കയറണം. 2 പേര് 2 സ്ഥലത്ത്. ഞാനും ഷക്കീറും ഒഴിച്ച് ബാക്കി തിയേറ്റർ മൊത്തം രജനി ഫാൻസാണ്. പടം തുടങ്ങുന്ന മുന്നേ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ മുന്നിൽ ഓരോ ചാക്കുകളുണ്ട്. ലോട്ടറി ടിക്കറ്റിന്റെ കൗണ്ടർ വൈൽ ഇത് കീറി സെറ്റാക്കി വെച്ചേക്കാൻ വേണ്ടി പടം തുടങ്ങി. പിന്നെ ഞാൻ സ്ക്രീനിലേക്കല്ല നോക്കണം, TV ഞാൻ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്രൊജക്ട് വരുന്ന വെളിച്ചത്തിൽ വർണ്ണ കടലാസിൽ. I think this still happens, right? This still happens, this throwing of paper. I've never experienced it, but I think it still happens. Correct me if I'm wrong. വേറെ ലോകത്തായിരിക്കണം. അവർ ജീവൻ കൊടുത്തിട്ടാണ് അഭ്യാസം കാണിക്കാനുള്ളത്. അങ്ങനെ പടം തുടങ്ങി. നമ്മുടെ ആളൊരു ഇൻട്രോ ഉണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ആള് കാറിൽ വന്നു. നമുക്ക് കാറിൽ ഹോസ്പിറ്റലിൽ പഠിക്കും. ആ പടി കയറി വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കയറി വരുന്നത്. ദളപതി ദിനേശനെ തല്ലിയിട്ട് രജനി തല്ലിയിട്ട് ഹോസ്പിറ്റലാണ്. നേരെ വരുമ്പോൾ നാഗേഷിനോട് ഒരു ഡയലോഗാണ് ഫസ്റ്റ്. രമണ എന്ന് രമണ ഉയർ പൊളപ്പാണ മാട്ടാണെന്ന് ചോദിക്കും. അപ്പോൾ സൊല്ല മുടിയാതെന്ന് പറയും.
யாரு எத்தனை பேர் தள்ளின்னு ചോദിക്കും പറയും. അപ്പോൾ നാഗേഷ് പറയും കൊഞ്ചം പൊരുമായി ദേവ. Just remembers all the dialogues also. ദൈവന്മാർ നിൽക്കണ രജീനെ ഈസി ആയിട്ട് പറയാം പോയി കൂട്ടിട്ട് വാന്നുകൊണ്ട് ഈസി ആയിട്ട് പോകണം. അവിടെ നിന്ന് തന്നെ തിയേറ്ററിൽ ഒരു മുറിമുറിപ്പ് തുടങ്ങുന്നത്. Oh, okay. അത്രയും രജീന ഒന്നല്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞതിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ തന്നെ സെക്കീറിനും എനിക്കും ഇരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കാണാം. അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് ഒരു ലുക്ക് കൊടുത്തു. പ്രശ്നമാണല്ലോ ഈ സാധനം. പിന്നീട് അവിടെ നിന്ന് പ്രശ്നം തുടങ്ങുന്നത് വേറെ ഒന്നുമല്ല. രജനീനെ ഒരു പാലത്തിൽ വെച്ച് മഴയുള്ള ഒരു സീനിൽ കാണും. ആ രജനിയോട് പറയും രമണന്റെ കൂടെ എത്ര വർഷം ഇരുന്നിട്ട് ഉള്ള ആളാണ്. I'm just dying at Mamuka's voice. Yes. ആ പറഞ്ഞു തീർന്നതും പിന്നെ സിനിമയിലത്തെ ഡയലോഗല്ല നമ്മൾ People were screaming. ഓഡിയൻസും കത്താന്നാ പറയാ അവര്. അവരെ മൊത്തം ഡേ എന്നുകൊണ്ട് എനിക്കണം എന്നാ പണ്ടോടാ കേരള എന്നുകൊണ്ട് തെറിയാണ് വിളിക്കണം. Oh my god. അച്ഛനെയും അമ്മേനെയും വൈഫിനെയും ഒക്കെ നിന്ന് തെറി വിളിക്കാൻ. Oh my ഞങ്ങൾക്ക് god. പ്രതികരിക്കുന്നുണ്ട്. ഷക്കീർ തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതികരിച്ച് ഇപ്പൊ ഈ ഇന്റർവ്യൂ നമ്മൾ ഞാൻ ഉണ്ടാവില്ല, അത് ഉറപ്പാ. He's saying this with a smile on his face, but you know what? I mean, I'm a little torn in this behavior that, yeah, you are a fan, I understand, but that doesn't give you a pass to become violent, right? I mean, tell me if I'm wrong. അന്ന് തീർന്നുണ്ടാവും, നമ്മുടെ തീർക്കും. ഒരൊത്തേമാരിയാണ് ഒരു ഇതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരു പടത്തിലൊക്കെ പോയിട്ട് മമ്മൂക്ക് എന്തിനാ അഭിനയിച്ചെന്നുള്ള തോന്നലോട് നിരാശ കൊണ്ടിരുന്നു. പിന്നീട് കഥ ചേഞ്ച് ആവാണ്. മമ്മൂക്കാക്ക് തെറ്റിദ്ധാരണ മനസ്സിലായി. ഇവൻ തെറ്റ് ചെയ്ത ആളാണ് നമ്മുടെ കൂടെ പക്ഷത്തുള്ളത്, നിരപരാധിയാണ് രജനി എന്ന് മനസ്സിലായി. ആ കോറിഡോറിൽ രണ്ടുപേരും വന്നിട്ട് അവിടെ നിന്ന് അവർ കൈയടിച്ചു. ഇവിടെ നിന്ന് അങ്ങനെ സെറ്റായി. പിന്നീട് അവരെ സ്നേഹം നമുക്ക് മനസ്സിലായത് വേറെ ഒന്നുമല്ല. മമ്മൂക്കാനെ പോലീസുകാർ കെട്ടിയിട്ടിട്ട് തല്ലും, ഇങ്ങനെ ഇട്ടിട്ട് ആ തല്ലുമ്പോൾ രജനീനെ തല്ലുന്നതിന് ആവേശത്തിൽ പോലീസുകാരനെ അച്ഛനമ്മയ്ക്ക് ഒരു നമ്മളും കൂട്ടത്തിൽ കൂട്ടി സെറ്റായി. അവരെ മനസ്സിൽ ദേവ കയറി കഴിഞ്ഞു. പിന്നെ മരിച്ചതിന് ശേഷം രജനി പറയുന്ന ഓരോ ഡയലോഗും ഭയങ്കര ഹാപ്പിയിലാണ് ആ സിനിമ. തിളവത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇറങ്ങിയ റിലീസ് ഡേറ്റിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ ഫിലിം കാണിച്ചിരിക്കും. ആള് എനിക്കത് ഫാൻ ഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഷോയിലായാലും ഞങ്ങളെ കൊണ്ട് കാണിച്ചിരിക്കും. നമുക്കവിടെ ഏതിറങ്ങിയ ഫിലിം കല്യാണം കഴിഞ്ഞാൽ അവിടെ തൊട്ടിട്ടുള്ള ഈ 17 വർഷത്തെ ലൈഫിൽ ഞാൻ ഈ ഫാൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് വെൽഫെയറിനോട് താല്പര്യം. അപ്പം ഞാൻ നേരിട്ട് മമ്മൂക്കാനെ അടുത്തൊരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ എന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വെൽഫെയർ ആയിട്ട് ഇങ്ങനെ സംഘടന എന്തെങ്കിലും പാവങ്ങളെ സഹായിക്കണം ഇതിൻ്റെ പേര് പറഞ്ഞു. അത് പറഞ്ഞതും ആ ഇരിക്കുന്ന കലിങ്ങൊന്ന് ചാടി ഇറങ്ങി എനിക്ക് കൈ തരാൻ. ഇതാണ് എൻ്റെ ഇഷ്ടം. അല്ലാണ്ട് ആർത്ത് വിളിക്കാൻ ജയ് വിളിക്കലല്ല. നിങ്ങളിങ്ങനെ എനിക്ക് വേണ്ടി കൂടുന്നുണ്ടെങ്കിൽ ഒരു വെൽഫെയർ ആയിട്ട് ചെയ്യണം എന്നുള്ള രീതി. അതിനു മുന്നേ ശ്രീ വല്ലഭം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് സംഘടന അവധിയാണ്. ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുകയും ഈ വെള്ളി നക്ഷത്ര അഡ്രസ്സും പരിപാടിയൊക്കെ ആണ്ടുകൊണ്ട് ബന്ധപ്പെടുകയും ഞങ്ങളൊരു മീറ്റിംഗ് കൂടുതലുണ്ട്. അങ്ങനെയാണ് പിന്നെ സംഘടന കേരളത്തിൽ പങ്കെടുക്കുന്ന വരും. That's really nice. I mean, I hope that it's not just this one particular fan association. Like, of course, as an association, you promote your artist, your favorite artist, a lot whenever the films release. Like, they are a huge promotional tool, which that's what I understand. But I hope that, yes, for the goodwill, it's not just a great image building and a goodwill gesture from the artist's fans also, but I feel it's overall a really nice thing to do, just to help out, because stars such as, say, Mohanlal, Mammootty, they have like huge influence. So I think that influence, if used to help out people around, that's something that I really like. That's something that I really like. A lot of people feel a little skeptical, saying that, oh, this is just like a PR stunt and this and that. Even if it's PR, even if it's part of PR, but it's still helping somebody. It's still genuinely helping somebody. It's not just for optics. It's genuinely helping somebody. I feel that's fine. I feel that's really fine. I want to know your thoughts. മമ്മൂക്കാക്ക് ഒരു 3ാമത് നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരു പരിപാടി വന്നു. അപ്പൊ മമ്മൂക്ക അവിടെ പോയി. അപ്പൊ ഫിലിം ക്രിറ്റിക്സ് മണ്ണാർക്കായം ബേബി അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ആളും നമ്മളും മമ്മൂട്ടി ഫാൻസും കൂടി ചേർന്നിട്ട് ഒരു പരിപാടി തൃശ്ശൂർ പ്ലാൻ ചെയ്യാം, മമ്മൂക്കാക്ക് സ്വീകരണം കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ മമ്മൂക്കാർക്ക് ഞങ്ങൾ പറഞ്ഞു ഫാൻസിൻ്റെ ഒരു മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തൃശ്ശൂർ ജില്ലക്കാർക്ക് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങളുടെ ഫാൻസ് മീറ്റിങ്ങിൽ വന്നു ആൾ സംസാരിച്ചു.
സ്റ്റേഡിയത്തിൽ ഇത്ര ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും It's like a very big event. It's not like a Chunnu Munnu event. Look at the size of the event. Oh my god. ക്രൗഡിൻ്റെ മുന്നിൽ സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് കഴിയണം. Okay. അപ്പോൾ ആളിഷ്ടം വെൽഫെയർ ആണ്. അതാണ് ഫസ്റ്റ് ഒരു എന്നിലുള്ള ആകർഷണം തോന്നിയിട്ടുണ്ടാവുക. അല്ലാണ്ട് എന്നെ കുറിച്ച് അധികം ഡീറ്റെയിൽ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ വെൽഫെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വെൽഫെയർ ചെയ്തതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ലൊക്കേഷൻ പോകുമ്പോൾ അങ്ങനെ ഒരു ബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാടെ സിനിമകൾ ഈ തച്ചിലെടുത്ത് ചുണ്ടനൊഴിക്കുക, വർഷം വന്ന ഗോഡ്മാൻ, എഴുപുന്നത്തിറങ്ങിയ സ്റ്റാലിൻ സുഹാസ്, ഇത്തരം സിനിമകളൊക്കെ പരാജയപ്പെടുമ്പോൾ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. വിളിക്കാറുമ്പോൾ ഞാൻ ഭയങ്കര വിഷമം ഞാൻ എൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ട് ഞാൻ പറയാറ്. അപ്പം എന്നോട് ആ സിനിമയുടെ പരാജയങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആൾ പറയും, എന്നോട് പറഞ്ഞു വെച്ചാൽ ഒന്നും നോക്കണ്ട, ഒരുപാട് വർഷമായിടാൻ ഞാൻ തുഴയാൻ തുടങ്ങിയിട്ട്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തെന്നിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആവേശത്തിൻ്റെ തുഴ എടുത്തിട്ട് അതിൽ കൂടുതൽ ആവേശത്തിൽ തുഴഞ്ഞ് മറുകരത്തണം. That's such, wow, look at that, what he said. Like, I've been rowing this boat since so long. That's such an important thing. തുഴ നമ്മൾ ചിലപ്പോൾ തെന്നിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആവേശത്തിൻ്റെ തുഴ എടുത്തിട്ട് we have to pick it up. ആവേശത്തിൽ തുഴഞ്ഞ് മറുകരത്തണതാണ് നമ്മൾ. That's amazing. That's amazing. That's some really good advice from Mammootka. I'm also going to remember it. That's some really good advice. പേടിക്കണ്ട. അപ്പോൾ ആളുടെ വീട്ടിലൊരാളുടെ സിനിമകൾ പരാജയം പെടുമ്പോൾ ആളുടെ വീട്ടിലെ ആൾക്കാരെ അനുഭവിക്കുന്ന തുല്യ ദുഃഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ നോക്കാറുണ്ട്. അവിടെ നിന്നായിരിക്കും ഒരു ഈ സൗഹൃദം ഒരു ഡീപ്പ് ആവണം. So they're like them knowing each other dates like long back. He's a very genuine, true fan who is also emotionally so connected, and he has interacted with Mammootka in so many occasions, and he conducts activities and all of that. Is he the head or something of the association right now? I mean, I wouldn't be surprised if he is. Wow. ചില സിനിമകളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. വെള്ളിയേട്ടൻ എന്നുള്ള സിനിമയുടെ ലൊക്കേഷൻ ഞാൻ ചെന്നു അവനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മുണ്ടൊന്ന് മടക്കി കുത്തണം എന്നല്ലേ. അടിയൊഴുക്കിൽ കരുണനൊക്കെ കുത്തിയിട്ടില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ ഭയങ്കര നാൽക്കവലയിൽ ബാബു കുറേ ക്യാരക്ടറൊക്കെ നമ്മുടെ ഭയങ്കര രസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു കാലടാന്ന് പറഞ്ഞു. അല്ല മുണ്ടൊന്നും ഞാൻ പ്രധാന ഒരു കാരണം പറഞ്ഞു, ഭയങ്കര ലെങ്ത് നമുക്ക് ഹൈറ്റ് ഉണ്ടല്ലോ, 5-11 അങ്ങനെ ഉണ്ട് നമുക്ക്. അതിനനുസരിച്ചുള്ള മുണ്ടാകുമ്പോൾ ഒരുപാടുണ്ട് മടക്കി കുത്തുമ്പോൾ വരെ. അപ്പോൾ ആ മുണ്ടിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് അരയിൽ തന്നെ കുറച്ചാൽ ഭയങ്കര, അത് നീ പറഞ്ഞ കറക്റ്റ് ലെങ്ത്തുള്ള കാര്യം. അങ്ങനെ മുണ്ട് കയറ്റി കുത്തണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു നമ്മൾ. പക്ഷെ എൻ്റെ ഇൻട്രോയിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു. വലിയ പടങ്ങൾ വരുമ്പോൾ ഇത്രയധികം ഫാൻസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊക്കെ പറഞ്ഞാൽ എത്ര മെമ്പർമാരുണ്ട്. ഇവരെ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് കാലത്ത് ഇപ്പോൾ നമ്മളൊരു 4 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കൊരു ഷോ, ഒരു സമയം നമ്മൾ ഇപ്പോൾ പിന്നെ വൈഡ് റിലീസ് വന്ന പിന്നെ അത്രയും ഇതില്ല. എന്നിരുന്നാലും ഒരു കാലഘട്ടം, അടുത്ത കാലഘട്ടം വരെ ഈ പടങ്ങൾക്ക് വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് 5 മണിക്കൊക്കെ ഷോ അതിനാണെങ്കിൽ 2 തിയേറ്റർ ഫുള്ളാവാനുള്ള ആളുമായിട്ട് സഭയിൽ വരും. അടുത്ത ഷോന് ടിക്കറ്റ് എടുക്കാൻ റെഡിയായിരിക്കും. And that's so important for a theater owner, right? Even if because everything takes money. So even if you're planning you're putting a 5 a.m. show, you need the crowd, right? To have that return on investment when you're playing that entire reel for 3 hours or whatever. പല നടന്മാരും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ടില്ല. സിനിമയിൽ നിന്ന് നാടകം കളിച്ച അപൂർവം പേരുള്ളൂ. അതുപോലെ ലാലേട്ടനാണ്, അപ്പോൾ മുകേഷ് അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ലാലേട്ടൻ്റെ നാടകമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ആ സമയത്താണ് മമ്മൂക്കാടെ ഒരു നാടകം വരുന്നത്. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു നാടകമാണ്. പക്ഷേ മറ്റുള്ള നടന്മാർ ചെയ്ത നാടകത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റിയോ മറ്റുള്ള കാര്യങ്ങൾ മമ്മൂക്കാടെ നാടകത്തിന് എന്തോ കിട്ടാറില്ല. അപ്പോൾ അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു നാടകം മമ്മൂക്ക കളിച്ചത് തന്നെ. അത് വളരെ ഒരു വിഷമമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അത് സത്യം പറഞ്ഞാൽ എടുത്ത് Even I was not aware that even Lalata did plays. I did not know this. I swear I did not know this. And I've been reacting to their content since so long. Okay. New information. It's nice to get new information every now and then. Makes me also feel happy. 5 കഥാപാത്രങ്ങളാ ഒരു സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. Okay. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. ഇപ്പോഴും അതൊരു സ്വപ്ന ലോകത്താണ്. ഞാനതൊരു യഥാർത്ഥമായിട്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അത്രത്തോളം ഞാൻ താലോലിച്ചിരുന്നൊരു സ്വപ്നമാണ്. അത് സ്വപ്നമായി തന്നെ അവശേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്
എനിക്ക് അതിനുള്ളൊരു അദമ്യമായ ആഗ്രഹമുണ്ട്. പിന്നെ ലോക സിനിമയിൽ തന്നെ ഈ 72-ാം വയസ്സിൽ ഇത്രയധികം സിനിമ അഭിനയിക്കുന്ന നടനുണ്ട്. ഇപ്പോഴും എന്താ പറയാ ഞങ്ങളെ and it's not just about the quantity. Like, it's not just about how many films he's doing, it's about how many different kind of films he's doing. It's like he's let go. He's like, I'm still an actor, I'm going to experiment, this is my passion. I can really see Mamuka's passion every time I watch him in a film, whether it be a hit or a box office hit or not, that does not matter, but just his performance and the kind of role that he's choosing, and he's just so, like, without any prejudice that, oh, I'm not going to do this kind of role or nothing, this and that, nothing. He's just so, like, open-minded when it comes to picking roles. That's what I love about him. 100% ഭക്ഷണം നിയന്ത്രിച്ച് അതേമാതിരി ഡയറ്റ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മാക്സിമം ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ആരാധകർ ഉഷാറാവണം. I still my urge to act in Yes. I urge to be an actor does not die. Exactly what I said. It's not die. It should die with me. Damn. It's slavery. It's castration. ഞാൻ മമ്മൂക്കാരെ എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും മമ്മൂക്കൊക്കെ ചെയ്തു തരാൻ പറ്റും, അത് വെച്ച് വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് സബീർക്കെ നമ്മളിവിടെ കാണുന്നത്. ഞാനിപ്പോൾ ഒരു സത്യം പറയാം 50 അടുക്കുന്നു, ആ പ്രായമായി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ടാലും മമ്മൂക്ക മലയാള സിനിമയുടെ പൂമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആൾ സ്വന്തമായിട്ടൊരു കസേരയിട്ടിരിക്കുന്നത്. നമുക്ക് ഇനിയും നായകനായിട്ട് പ്രേക്ഷകരെ ഞെട്ടിക്കും, ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യണം പേഴ്സണലായിട്ട് എനിക്ക്. Damn, I didn't even realize it was 17 minutes have passed. Okay, I'm gonna stop this. That was really interesting because it's not just, him being a fan and appreciating his work. He was like, okay, as a fan, what else can I do? I'm going to make an association and this and that. We're going to promote his films. We're going to do charity on his name and so many things. And honestly, I initially, when I had gotten into the nitty-gritties of Malayalam film industry, I honestly did not know that, okay, there's something called as like a very organized fan association thing. So please let me know, correct me if I'm wrong. Like, was this like the starting point? Was this like the starting point of an organized fans association? And if so, then I mean, he has my respect, because that's really not an easy thing to do. To build an organized setup, it's always a hustle initially. Now it's running smoothly. That's because of his perseverance and because of his passion and his love for Mamuka. And I'm sure that most of the fans association work with that passion, that no, we're going to do something really nice because for our favorite artist, because he or she is entertaining us that way. So as fans, we also need to give back that love. So that's very sweet. I didn't even realize, like, okay, 17 minutes have passed. And as Mamuka said at the end, I don't know which interview that was, that there's this undying passion for acting and performing, and I hope it never dies off and it just dies with me. Before that, that's exactly what I said. It's not about just the quantity of films that he's doing at this age. It's also because of the quality, the kind of roles that he picks, that I personally always see this thing that, my God, he just loves acting so much. Even the film works, does not work, but I can totally see that he loves his job. He loves acting, and he can just do anything to keep that passion alive. And that's beautiful. And the same passion is what I saw in Sabir also, in ensuring that, okay, no, we're going to do all the fan activities, whatever is in my power and my association's power. I'm going to just give my love back to Mamuka, because he keeps entertaining us with so many great performances and great films. So that was really beautiful. And that was the episode 3 of The Fanatic. Now I'm all caught up. I cannot wait for the future episodes.
manifesting an episode where a fan talks about Fafa. I would love to see that. So yeah, that was it. That was the reaction. Those were my thoughts. Share your thoughts in the comments below. And with that, I will end this video here right now. And I will see you soon on my next one. Bye.